Hi Kirat Jain, welcome back to my channel. Kirat's finally 2026 Navy SSR MR Medical Assistant എന്നീ ട്രേഡിൻ്റെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2026 Navy SSR MR Medical Assistant എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലുള്ള ഡിഫൻസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ പരമാവധി ട്രൈ ചെയ്യണം. കാരണം ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും നമ്മൾ ഈ ചാനലിൽ കൂടി നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളിലും എത്തിക്കുന്നുണ്ട്. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാ കുട്ടികൾക്കും എന്തായാലും അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഡൗൺലോഡ് ചെയ്തും കാണും. ഇതാണ് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിന്റെ ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഇപ്പോൾ റിവിഷൻ ആണ് നടക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു ബാച്ചിന്റെ റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. കേട്ടോ കുട്ടികളെ. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ് ഇന്ത്യൻ നേവിയുടെ. ഇവിടെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കേട്ടോ കുട്ടികളെ. എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കാണുമല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു അഡ്മിറ്റ് കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ മിക്ക കുട്ടികൾക്കും ഡൗട്ടാണ് ഏതൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം, വിത്ത് ഫോട്ടോ വേണോ, ഫോട്ടോ വേണ്ടേ, എല്ലാ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇതിനകത്ത് ഇതാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ അറിയാൻ പറ്റുന്ന ഓൺലി നിങ്ങളുടെ എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാം സിറ്റിയുമാണ്. എക്സാം സെൻറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. എക്സാം സെൻറ്റർ അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിൻ്റെ 72 hours മുന്നെയാണ്. അതായത് 3 ദിവസം മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിറ്റി അറിഞ്ഞു, സെൻറ്റർ എവിടെയാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ട് വരും. നിങ്ങൾ സിറ്റിയിലല്ല പോകേണ്ടത്, നേരെ സെൻറ്ററിലോട്ടാണ് പോകേണ്ടത്. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈം ഷെഡ്യൂളും ഏത് ഷിഫ്റ്റാണോ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ. അപ്പോൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, യുവർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഡോക്യുമെന്റ്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് അഡ്മിറ്റ് കാർഡ്. കളേർഡ് പ്രിന്റ് ഔട്ട് തന്നെ നിങ്ങൾ എടുത്ത് കൊണ്ടുപോകണം. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് ആധാർ കാർഡ്. തീർച്ചയായിട്ടും എല്ലാവരും ആധാർ കാർഡ് കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ്. ഇവിടെയാണ് മിക്ക കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത്. നോക്കൂ കുട്ടികളെ, ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ ഡൊമസൈൽ അപ്ഡേറ്റ് ചെയ്ത് കാണും. ഡൊമസൈൽ അവിടെ എന്തായാലും അപ്ലോഡ് ചെയ്യണം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ആൾറെഡി കാണും. അപ്പോൾ ആ ഡൊമസൈൽ സർട്ടിഫിക്കറ്റായിട്ട് നിങ്ങൾ പോകണം. ഇനി ചില കുട്ടികൾ ഡൗട്ടാണ്, സാർ അതിനകത്ത് ഫോട്ടോ ഇല്ല. പേടിക്കണ്ട, ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് നല്ലപോലെ കേൾക്കണം നിങ്ങൾ, കേട്ടോ. അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ വർഷം ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാത്ത കുട്ടികളെയും അവിടെ എക്സാം എഴുതിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? അവരൊരു ലെറ്റർ തരുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം. അവിടെ കുറച്ച് സമയം നിങ്ങളുടെ വേസ്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. എന്നിട്ട് ആ ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ തഹസിൽദാരുടെ ഓഫീസിൽ പോവുക. എന്നിട്ട് അവരുടെ അടുത്ത് കാര്യം പറയുക. അവർ ഫോട്ടോ അതിനകത്ത് ഒട്ടിച്ച് തരുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് ലഭിക്കാത്ത കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്, കേട്ടോ. പക്ഷേ അഡ്മിറ്റ് കാർഡിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോ എന്ന്. മുൻ വർഷങ്ങളിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ബേസ്ഡ് കാര്യങ്ങളാണ്. ക്ലിയർ? അപ്പോൾ ഈ തവണ നിങ്ങൾ ഏത് ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഡിസിഷൻ ചെയ്തോണം. ടൈം ഇനിയും നിങ്ങളുടെ കയ്യിലുണ്ട്. സോ ഇത്രയും ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ 6 കൊണ്ടുപോകണം. തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് 1 May 2024 മുന്നേ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടെ 2024 എന്നല്ല, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. 2026 വരേണ്ടുന്നത്. ഇന്ത്യൻ നേവി അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 2024 എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. 2026, കേട്ടോ കുട്ടികളെ. 1 May 2026 മുൻപെടുത്ത ഫോട്ടോ ആയിരിക്കണം.
ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് 12ലെയും അതുപോലെ തന്നെ 10ലെയും മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. ഫോട്ടോ ഒട്ടിച്ച മാർക്ക് ഷീറ്റ് തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. എല്ലാത്തിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകാൻ പരമാവധി നോക്കണം. ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൊണ്ടുപോകരുത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കേരറ്റ്സ്, നിങ്ങളും ഇതുവരെ പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ഫൈനൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലെ റെക്കോർഡഡ് ക്ലാസ്സിൽ ചേരാവുന്നതാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2ലെ പ്രിപ്പറേഷൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, സ്റ്റേജ് 2ൽ നിങ്ങൾക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും മെഡിക്കൽ അവയർനെസ്സും ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർ, അതായത് വേറെ എങ്ങും ജോയിൻ ചെയ്യാതെ ഇതുവരെ പഠിച്ചിട്ടില്ല, ഇതുവരെ നേവി SSRൻ്റെ ഒരു ക്ലാസ്സും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, SSR എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള കുട്ടികൾ ഇനിയും നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ഇവിടെ നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. മെഡിക്കൽ അസിസ്റ്റൻറ്റ്, SSR, MR എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ടൈം ഇനിയും ലേറ്റ് ആക്കരുത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. കേട്ടോ കുട്ടികളെ, ഇനി ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യുക എല്ലാവരും. ഫൈനലി 2 നമ്പർ ഞാൻ ഷെയർ ചെയ്യുകയാണ്. കേട്ടോ കുട്ടികളെ, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിന് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യുക. 2026 നേവി SSR, MR, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് വേറൊരു കേട്ടോടെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.